ഹായ് ചെങ്കളെ, എല്ലാവർക്കും മേഫിൻ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നോൺ വെജ് കഴിക്കാത്തവർക്കും മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഇന്ന് ചോറിൻ്റെ കൂടെ എന്ത് കഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്നവർക്ക് വീട്ടിൽ ഒന്നോ രണ്ടോ വാഴയ്ക്ക ഉണ്ടെങ്കിൽ ഒരു അടാർ ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നുപോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആ വാഴയ്ക്കക്കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കറി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള 3 പച്ചക്കായാണ്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടി ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം മീഡിയം സൈസ് വലിപ്പത്തിൽ നമുക്കത് കട്ട് ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിലേക്ക് കട്ട് ചെയ്ത് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് കറുത്തു പോകാൻ സാധ്യതയില്ല. അപ്പം ഇവിടെ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് പരുവത്തിനാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് ആദ്യം വേണ്ടത് വാളംപുളിയാണ്. അത് ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള വാളംപുളി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് സ്പൂണോ കയ്യോ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനായി ഞാനൊരു അരമുറി തേങ്ങ ചിരകിയതാണ്, അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും ചേർക്കാം, എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതവിടെ നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു മൺചട്ടി എടുത്ത് അടുപ്പിലോട്ടൊന്ന് ചൂടാക്കാൻ വയ്ക്കണം. അത്യാവശ്യം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി തയ്യാറാക്കണം, എന്നാലേ അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അതിലൊരു 4 വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് എണ്ണയിൽ കിടന്ന് ചുവന്ന് വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതിനോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു 7-8 ചെറിയുള്ളി നെടുവേ പുളന്നതും കൂടെ ചേർത്ത് കൊടുത്ത് കറിക്കൊരു ഫ്ലേവറിന് വേണ്ടി ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാടൊന്നും വഴറ്റാൻ നിൽക്കണ്ട. അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ചെറിയുള്ളിയൊക്കെ പകുതി കുക്കാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പച്ചക്കായ മുഴുവനും അതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ. അപ്പോൾ പച്ചക്കായ മുഴുവൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് ഈ പച്ചക്കായ്ക്ക് എത്ര വേവുണ്ടോ അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ സുഹൃത്തിനും കൂടെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെയുള്ള ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പികൾക്കുള്ള വീഡിയോകൾ ഞാൻ പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒരു 4 മിനിറ്റ് മുതൽ ഒരു 6 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളെ വാഴയ്ക്കൊക്കെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഇതിൻ്റെ മർമ്മപ്രധാനമായ ഐറ്റം ചേർക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തേങ്ങ മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട്
മിക്സിയുടെ ജാറിൻ്റെ അകത്തിരിക്കുന്ന ബാക്കിയും കൂടെ കിട്ടാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കലക്കി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നേരത്തെ ഒരു ബൗളിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അരിച്ചെടുത്തതാണ്, അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ വാഴയ്ക്കക്കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് പുളിപ്പും എരിവൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയം ചേർത്ത് കൊടുക്കാം. കുറവുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഒന്നുകൂടെ ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കറിക്കത്ത് കൂടെ ലൂസ് വേണമെങ്കിൽ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒരു കാരണവശാലും ഒഴിച്ചു കൊടുക്കരുത്. വാഴയ്ക്കക്കറി ഉണ്ടാക്കുമ്പോൾ ഇതേ തിക്നെസ് ആയിരിക്കും കൂടെ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. തേങ്ങ ചേർത്തത് കൊണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കരുത്. കാരണം നല്ലപോലെ തിളയ്ക്കുമ്പോൾ തേങ്ങ മൂത്ത് ആ കറിയുടെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രം തിളപ്പിച്ചെടുക്കുക. ഇതേ രീതിയിൽ തിളച്ച് വരുന്ന സമയത്തുണ്ടല്ലോ, ഗ്യാസ് ഓഫാക്കി വെച്ചതിന് ശേഷം ഒരു ഫ്രൈ പാൻ എടുത്ത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടുന്നതോടൊപ്പം തന്നെ 3-4 ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് ഇളക്കിയെടുത്ത് അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെ നല്ലപോലെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കറിയുടെ മുകളിലേക്ക് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരടപ്പ് വെച്ച് അടച്ച് 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ എന്താ നോക്കിയേ, നല്ല കുറുകി അടിപൊളിയായിട്ട് നമ്മളെ വാഴയ്ക്കക്കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കാണാനെന്ത് മനോഹരം നോക്കിയേ. കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അടിപൊളി കറിയാണ്, അടിപൊളി ടേസ്റ്റാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. വാഴയ്ക്ക വെച്ചിട്ട് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്ന ആരും ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഉണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതുപോലെ വാഴയ്ക്ക് കറി ഉണ്ടാക്കി കൊടുത്താൽ വാഴയ്ക്ക് കഴിക്കാത്തവരും കഴിച്ചു പോകും. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഫീഡ്ബാക്ക് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറന്നു പോകരുത്. ചൂട് ചോറെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇപ്പം തയ്യാറാക്കിയ വാഴയ്ക്ക കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഉരുട്ടി എടുത്തിട്ട് കൊച്ചു മക്കൾക്കൊക്കെ ഒന്ന് വായിൽ വെച്ച് കൊടുക്കണം. അവർ ആസ്വദിച്ച് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതിലും നല്ല കിടിലം കിടക്കാച്ചി വീഡിയോയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നത് വരെ ബായ് ബായ്.